ഒരു മരത്തെ ഒളിപ്പിക്കണമെങ്കിൽ കാടാണ് ഏറ്റവും നല്ല സ്ഥലം. ഒരു കൊലയാളിക്ക് മാത്രമല്ല, ഏതൊരു തെറ്റുകാരനും അണിയാൻ പറ്റിയ ഏറ്റവും സുരക്ഷിതമായ മുഖംമൂടിയാണ് ആൾക്കൂട്ടം. ആരും ആരെയും ശ്രദ്ധിക്കാത്ത, അല്ലെങ്കിൽ ആരും ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് തോന്നാത്ത ഒരിടത്ത് ഒരു കുറ്റവാളിക്ക് തന്റെ കുറ്റകൃത്യത്തെ മറച്ചുപിടിക്കാൻ വളരെ എളുപ്പമാണ്. അവിടെ വിചാരണയില്ല, പകരം അസ്ഥിരമായ കാഴ്ചകൾ മാത്രം. വെളിച്ചം ഏറ്റവും കുറവുള്ളത് വിളക്കിന്റെ ചുവട്ടിലാണ്. അതായത് നമ്മൾ ഏറ്റവും അധികം ആളുകളെ കാണുന്നിടത്ത് ആ വ്യക്തികളെ നമുക്ക് തിരിച്ചറിയാൻ കഴിയാതെ പോകുന്നു. ആൾക്കൂട്ടം എന്നതുപോലും ഒരു അജ്ഞാതത്വം, അനോണിമിറ്റിയാണ്. നാടുനടങ്ങിയ ഒരു കൊലപാതകത്തിന് ശേഷം ആൾക്കൂട്ടത്തിൽ മറഞ്ഞിരുന്ന ഒരു നരാധമനെ കുറിച്ചാണ് ഇന്ന്. തുടങ്ങാം. കുറ്റവും ശിക്ഷയും. നാട്ടുകാരും ബന്ധുക്കളും പോലീസും അത്രയധികം തിരഞ്ഞു. ആ പ്രദേശം ഇളക്കിമറിച്ചു എന്ന് തന്നെ പറയാം. എന്നിട്ടും ഫലമുണ്ടായില്ല. മണിക്കൂറുകൾ ദിവസങ്ങളായി, ദിവസങ്ങൾ ഏതാണ്ട് ഒരു മാസം പിന്നിട്ടു. ഏപ്രിൽ 21 ചുള്ളിച്ചോല, ആദവനാട്, വളാഞ്ചേരി. ചുള്ളിച്ചോലയിലെ ചെങ്കൽക്കോറിയിൽ ആളുകൾ തടിച്ചുകൂടിയിട്ടുണ്ട്. പോലീസും മറ്റുദ്യോഗസ്ഥരുമടക്കം നിരവധി പേരാണ് ആ പ്രദേശത്ത് അപ്പോഴുള്ളത്. അവിടെ കൂടിയിരിക്കുന്നവരുടെ മുഖത്ത് ഒരേ സമയം ആകാംക്ഷയും ഭീതിയുമുണ്ട്. ഈ പ്രദേശത്ത് ഇങ്ങനെ ഈ അവസ്ഥ തുടങ്ങിയിട്ട് നാളുകൾ കുറച്ചായി. മിക്കവാറും ചെറിയ വഴികളിലൂടെ പോലും ചീറിപ്പോകുന്ന പോലീസ് വാഹനങ്ങൾ. ചോദ്യം ചെയ്യലും തിരച്ചിലും പരിശോധനയും, പലരോടും ചോദ്യം ചെയ്യലൊക്കെ ഒന്നിലധികം തവണയായി. ഏറെ ദിവസമെന്ന് പറഞ്ഞാൽ ഏതാണ്ട് 40 ദിവസം. ആദ്യം ഒരു കേസും അതിൻ്റെ അന്വേഷണവും മാത്രമായിരുന്നു നാട്ടുകാർക്കത്. പക്ഷേ ദിവസങ്ങൾ കൂടുന്തോറും അതൊരു പരിഭ്രാന്തിയായും ഭീതിയായും മാറി. നാട്ടുകാരുടെ ഉറക്കം പോലും നഷ്ടമായ അവസ്ഥ. പോലീസ് അവിടുത്തെ വീടുകൾ തോറും കയറിയിറങ്ങി. മാറ്റിയും മറിച്ചും നാട്ടുകാരെ ചോദ്യം ചെയ്തു. പോലീസ് ആ സ്ഥലത്ത് തമ്പടിച്ചിട്ട് അന്ന് ഏപ്രിൽ 21 40 ദിവസം തികയുകയാണ്. ഈ അന്വേഷണങ്ങളുടെ തുടർച്ചയാണ് ഈ ചെങ്കൽക്കോറിയിലെ പരിശോധന. ആ ഭാഗത്തേക്ക് മാത്രമാണ് അത്ര ദിവസവും അന്വേഷണം കടന്നു ചെല്ലാത്തത്. പെട്ടെന്നാണ് പോലീസ് ആ കോറി കൂടി പരിശോധിക്കാനെത്തിയത്. അതൊരു വിവരത്തിന്റെയോ സൂചനയുടെയോ അടിസ്ഥാനത്തിലാകാനാണ് സാധ്യത. മണ്ണിളക്കിയുള്ള പരിശോധന തുടരുന്നതിനിടെ പെട്ടെന്നാണ് JCB ഡ്രൈവറിന്റെ ശബ്ദം കേട്ടത്. അയാൾ എന്തോ ഒരു നിർണായക വിവരം നൽകാനാണ് വിളിക്കുന്നത്. പോലീസും ഉദ്യോഗസ്ഥരും അങ്ങോട്ടേക്ക് തിരിഞ്ഞു. 2021 മാർച്ച് 10 JCBയും സന്നാഹങ്ങളുമായി പരിശോധന നടത്തുന്നതിനും 40 ദിവസം മുമ്പ് സുബീറ ഫർഹത്ത് എന്ന 21-കാരിയെ കാണാതായത് അന്നാണ്. അന്ന് രാവിലെ സുബീറ വീട്ടിൽ നിന്നിറങ്ങിയത് ജോലി ചെയ്യുന്ന ക്ലിനിക്കിലേക്ക് പോകാനാണ്. കഞ്ഞിപ്പുര ചോറ്റൂർ കിഴക്കത്ത് പറമ്പാട്ട് കബീർ സുബൈദ ദമ്പതിമാരുടെ മൂത്ത മകളാണ് സുബീറ ഫർഹത്ത്. പഠനത്തിൽ മിടുക്കി, സൗമ്യമായ പെരുമാറ്റം. സുബീറ ഫർഹത്ത്, വയസ്സ് 21, കഞ്ഞിപ്പുര, വളാഞ്ചേരി. മാർച്ച് 10, 2021. പതിവ് പോലെ അന്നും വെട്ടിച്ചിറയിലെ സ്വകാര്യ ക്ലിനിക്കിലേക്ക് ജോലിക്ക് പോകാനുള്ള തിരക്കിലായിരുന്നു സുബീറ. നേരത്തെ കോട്ടക്കലിലെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ നഴ്സിംഗ് അസിസ്റ്റന്റ് ആയിരുന്നു. 1 വർഷം മുമ്പ് മാത്രമാണ് വെട്ടിച്ചിറയിലെ ക്ലിനിക്കിൽ
ജോലി ചെയ്യാൻ ആരംഭിച്ചത്. പക്ഷേ അധികമാകുന്നതിന് മുൻപ് തന്നെ ലോക്ക്ഡൌൺ ആയി. ജോലി മുടങ്ങി. ലോക്ക്ഡൌൺ കഴിഞ്ഞ് ക്ലിനിക്ക് വീണ്ടും പ്രവർത്തനം ആരംഭിച്ചിട്ട് 4-5 മാസം മാത്രം. പോട്ടെ, വൈകുന്നേരം വരാം. ഉമ്മയോട് യാത്ര പറഞ്ഞും സലാം ചൊല്ലിയുമാണ് സുബീറ വീട് വിട്ടിറങ്ങിയത്. 9:30-ക്ക് ജോലിസ്ഥലത്തെത്തേണ്ടതുണ്ട്. സുബീറയുടെ വീട് നിൽക്കുന്ന ചോറ്റൂരിൽ നിന്ന് കഞ്ഞിപ്പുര ബൈപ്പാസ് വഴി വേണം ബസ് സ്റ്റോപ്പിലേക്ക് എത്താൻ. വീട്ടിൽ നിന്നും ഏതാണ്ട് 1/2 കിലോമീറ്ററോളം നടക്കണം സ്റ്റോപ്പിലെത്താൻ. ഈ വഴി കുറച്ച് ദൂരെ കൂടുതലാണ്. അതുകൊണ്ട് ചുള്ളിച്ചോല വഴിയുള്ള നാട്ടുപാതയായിരുന്നു സുബീറയുടെ ആശ്രയം. ഇടുങ്ങിയ വഴിയാണ്, അധികം ആളുകളും ഉണ്ടാകാറില്ല, എളുപ്പമെത്താം. അന്നും ചുള്ളിച്ചോല വഴിയുള്ള ഇടവഴിയിലൂടെ സുബീറയുടെ യാത്ര തുടങ്ങി. അല്പം ധൃതിയിലാണ് നടത്തം. സുബി ക്ലിനിക്കിലെത്തിയില്ലല്ലോ ഉമ്മ. ലീവാണെന്ന് പറഞ്ഞിട്ടുമുണ്ടായിരുന്നില്ല. അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? മറുതലയ്ക്കൽ നിന്നുള്ള ചോദ്യം കേട്ട് സുബൈദ നടുങ്ങി. മകളുടെ ക്ലിനിക്കിൽ നിന്നാണ്. രാവിലെ തന്നോട് യാത്ര പറഞ്ഞിറങ്ങിയ മകൾ സമയം 10 കഴിഞ്ഞിട്ടും അവിടെ എത്തിയിട്ടില്ല. നേരത്തെ എത്തണമെന്ന് പറഞ്ഞിറങ്ങിയതാണ്. ബസ് കിട്ടാതിരുന്ന് കാണുമോ? അങ്ങനെയാണെങ്കിലും അവിടെ മകൾ വിളിച്ചറിയിക്കാതിരിക്കില്ലല്ലോ. സെക്കൻഡുകൾ കൊണ്ട് സുബൈദയുടെ ഉള്ളിൽ ചോദ്യങ്ങൾ അണപൊട്ടി. മകൾ എവിടെ പോയി? ഉള്ളിൽ ഉരുണ്ടുകൂടിയ ആശങ്ക മാറ്റിവെച്ച് അവർ മറുപടി പറഞ്ഞു. അവൾ രാവിലെ ഇറങ്ങിയതാണല്ലോ മോളെ. നേരത്തെ എത്തണമെന്നും പറഞ്ഞതാണ്. വേറെ എവിടേക്കും പോകുന്നതായിട്ട് എന്നോട് പറഞ്ഞിട്ടുമില്ല. സുബൈദ മറുപടി നൽകി. ശരി ഉമ്മ. മകളുടെ ക്ലിനിക്കിൽ നിന്നുള്ള കോൾ അങ്ങനെ കട്ടായെങ്കിലും സുബൈദയുടെ ഉള്ളിൽ ആശങ്ക അവസാനിച്ചില്ല. വീട്ടിൽ നിന്ന് അത്ര ദൂരമൊന്നുമില്ല ക്ലിനിക്കിലേക്ക്. മകൾക്ക് എന്തെങ്കിലും ആപത്ത് സംഭവിച്ചു കാണുമോ? വിവരമറിഞ്ഞതിനു പിന്നാലെ സുബൈദ ആദ്യം സുബീറയുടെ ഫോണിലേക്ക് വിളിച്ചു നോക്കി. റിങ് ചെയ്യുന്നുണ്ട്, പക്ഷേ കോൾ എടുക്കുന്നില്ല. സുബൈദ പിന്നെയും വിളിച്ചു നോക്കി. സഹോദരൻ ഷറഫുദ്ദീനും വിളിക്കുന്നുണ്ട്, പക്ഷേ കോൾ ആരും അറ്റൻഡ് ചെയ്യുന്നില്ല. 10:30 വരെ റിങ് ചെയ്തിരുന്ന ഫോൺ പക്ഷേ പിന്നീട് സ്വിച്ച് ഓഫ് ആയി. ഇതോടെ മകൾക്കെന്തോ ആപത്ത് സംഭവിച്ചിട്ടുണ്ടെന്ന് സുബൈദ ഉറപ്പിച്ചു. വിവരമറിഞ്ഞ് നാട്ടുകാരും അയൽക്കാരും സുബീറയുടെ വീട്ടിലേക്കെത്തി. എല്ലാവർക്കും ചോദ്യമൊന്നു മാത്രം: സുബീറയ്ക്ക് എന്താണ് സംഭവിച്ചത്? പകൽ മായും വരെ കാത്തിരിക്കുന്നത് ചിലപ്പോൾ ബുദ്ധിയാകില്ല. ഫോൺ കിട്ടുന്നില്ല, റിങ് ചെയ്തിട്ട് എടുത്തില്ല, ക്ലിനിക്കിലെത്തിയിട്ടില്ല. കുറച്ചുകൂടി കാത്തിരിക്കാം എന്ന ഉപദേശവുമുണ്ട്. ചിലർക്ക് ഇതൊക്കെ സാധാരണമല്ലേ എന്ന ഭാവമായിരുന്നു. പക്ഷേ ആ ഉമ്മയ്ക്കറിയാം, ഈ തിരോധാനം അത്ര സാധാരണമല്ല. മാർച്ച് 10 വളാഞ്ചേരി പോലീസ് സ്റ്റേഷൻ. നേരം ഇരുട്ടിത്തുടങ്ങുന്ന സായാഹ്നത്തിലാണ് സുബീറ ഫർഹത്തിന്റെ ബന്ധുക്കൾ വളാഞ്ചേരി പോലീസ് സ്റ്റേഷനിലെത്തിയത്. മകളെ കാണാനില്ല. സുബീറയുടെ പിതാവായ കിഴക്കേപ്പറമ്പത്ത് കബീറും മറ്റു ബന്ധുക്കളുമാണ് പരാതിയുമായി പോലീസിനെ സമീപിച്ചത്. പോലീസിനു പക്ഷേ സുബീറയുടെ മാതാവിനും പിതാവിനും ബന്ധുക്കൾക്കുമുള്ള ആശങ്കയോ ആകുലതയോ ഉണ്ടായില്ല. 21 വയസ്സുള്ള പെൺകുട്ടിയുടെ ഒരു പ്രേമമോ ഒളിച്ചോട്ടമോ ആണിത്. കുട്ടി ആരുടെയെങ്കിലും കൂടെ പോയതാകാം. ആദ്യഘട്ടത്തിൽ പോലീസ് പരാതി ഗൗരവമായി എടുത്തില്ല. 2 ദിവസത്തിനു ശേഷം മകൾ മടങ്ങി വരുമെന്നും തങ്ങൾ അന്വേഷിക്കാമെന്നും പറഞ്ഞ് പോലീസുകാർ കുടുംബത്തെ മടക്കി അയച്ചു. പോലീസിനു മാത്രമല്ല, നാട്ടുകാർക്കിടയിലും പതിവ് പോലെ 2 പക്ഷമുണ്ടായി. സുബീറയുടെ തിരോധാനത്തിന് അവരിൽ ചിലർ
തിരക്കഥകൾ മെനഞ്ഞു. സുബീറ മറ്റാർക്കെങ്കിലും ഒപ്പം ഒളിച്ചോടിയതാകും. അങ്ങനെയെങ്കിൽ അതാരാണ്? കവലകളിൽ സുബീറ ചർച്ചാ വിഷയമായി. മതിലുകൾക്കപ്പുറവും ഇപ്പുറവും നിന്ന് പലരും സുബീറയുടെ തിരോധാനത്തെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടേയിരുന്നു. എല്ലാം ഊഹങ്ങൾ. രണ്ടു ദിവസത്തിനു ശേഷം പോലീസ് അന്വേഷണം പ്രഖ്യാപിച്ചുവെങ്കിലും ബന്ധുക്കൾ അതിനോടകം തന്നെ ചില ശ്രമങ്ങൾ തുടങ്ങിയിരുന്നു. അവർ തങ്ങളാവും വിധം അന്വേഷണം തുടങ്ങി. നാട്ടുകാരിൽ ചിലർ അവർക്കൊപ്പം ചേർന്ന് പിന്തുണ പ്രഖ്യാപിച്ചു. അയൽക്കാരിൽ നിന്നും അവർ ആരംഭിച്ചു. ആ പരിസരത്ത് സുബീറയുടെ യാത്ര തുടങ്ങിയ ഇടം മുതൽ അന്വേഷണം ആരംഭിച്ചു. അന്ന് രാവിലെ ആ വഴിയിലൂടെ ധൃതിയിൽ സുബീറ നടന്നു പോകുന്നത് കണ്ടവരുണ്ട്. പലർക്കും ആ കാഴ്ച പതിവാണ്. ബസ്സിനായുള്ള കൃത്യമായ യാത്ര. ആ വഴിയെ പോയ സുബീറയ്ക്ക് പക്ഷേ പിന്നീട് എന്തു സംഭവിച്ചു? ആ ചോദ്യത്തിന് മാത്രം ആർക്കും ഉത്തരമില്ല. ബസ് സ്റ്റോപ്പിൽ സുബീറ എത്തിയിട്ടുണ്ടോ? അതായിരുന്നു കുടുംബത്തിന്റെ അടുത്ത അന്വേഷണം. കുടുംബവും നാട്ടുകാരിൽ ചിലരും ബസ് സ്റ്റോപ്പിലേക്കും ബസ് ജീവനക്കാരിലേക്കും എത്തി. സുബീറയുടെ യാത്രയ്ക്ക് സ്ഥിരമായൊരു പാറ്റേൺ ഉണ്ട്. എന്നും ഏതാണ്ട് ഒരേ സമയത്താണ് ബസ് സ്റ്റോപ്പിലേക്ക് വരാറുള്ളത്. ഒരേ ബസ്സിലാണ് സഞ്ചരിക്കാറുള്ളത്. പക്ഷെ അന്ന് സുബീറ ആ ബസ് സ്റ്റോപ്പിൽ എത്തിയിട്ടില്ല. അങ്ങനെയാണ് പലരുടെയും ഓർമ്മ. സ്ഥിരമായി കയറുന്ന ബസ്സിൽ അന്ന് രാവിലെ സുബീറയെ കണ്ടതായി ജീവനക്കാരും ഓർക്കുന്നില്ല. ബസ് സ്റ്റോപ്പിൽ കണ്ടതായി ആരും ഓർക്കുന്നില്ല. അതായത് അന്ന് സുബീറ വീട്ടിൽ നിന്നും ഇറങ്ങിയ രാവിലെ 9 മണിക്കും ബസ് സ്റ്റോപ്പിലെത്തേണ്ട 9:30 സുബീറയ്ക്ക് എന്തോ സംഭവിച്ചിരിക്കുന്നു. വഴിയിൽ കണ്ട ആരോ ഒരാൾ, മറ്റേതോ വാഹനത്തിലെ യാത്ര, ഇടയ്ക്ക് അപകടമുണ്ടാകാനുള്ള സാധ്യത. നാട്ടുകാരുടെയും ബന്ധുക്കളുടെയും സംയുക്തമായ നീക്കം 2ാം ദിവസത്തിലേക്ക് കടന്നപ്പോഴാണ് പോലീസ് അവരുടെ അന്വേഷണം ആരംഭിച്ചത്. ആദ്യഘട്ടത്തിൽ ബന്ധുക്കൾക്കൊപ്പമുണ്ടായിരുന്ന നാട്ടുകാരിൽ ചിലർ പോലീസിനും സഹായികളായി. പോലീസ് പ്രദേശത്തെ CCTV ദൃശ്യങ്ങൾ ശേഖരിക്കാനുള്ള ഏർപ്പാടുകൾ ചെയ്തു. സൈബർ സെല്ലിനെ വിവരമറിയിച്ചു. സുബീറ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോകുന്ന വഴിയിലെ ഒരു ദൃശ്യം പോലീസിന് അങ്ങനെ ലഭിച്ചു. വീട്ടിൽ നിന്നും അധികം ദൂരെയല്ല ആ ക്യാമറ. മാർച്ച് 10 രാവിലെ 9:04 ദൃശ്യങ്ങളായിരുന്നു അത്. റോഡിലൂടെ നടന്നു പോകുന്ന യുവതി ആരെന്നു വ്യക്തം. കടും നീല നിറമുള്ള വസ്ത്രം, ഒരു മാസ്ക് ധരിച്ചിട്ടുണ്ട്. കൊറോണ കാലമാണ്. കറുത്ത നിറമുള്ള ബാഗ് കയ്യിലുണ്ട്. മൊബൈലിൽ എന്തൊക്കെയോ നോക്കിക്കൊണ്ടാണ് ആ നടപ്പ്. അതെ, അത് സുബീറ തന്നെയെന്ന് കുടുംബാംഗങ്ങൾ ഉറപ്പിച്ചു. ആദ്യം ലഭ്യമായ ദൃശ്യങ്ങൾ പിന്തുടർന്ന് അതേ റോഡിലെ മറ്റൊരു CCTV എടുത്തു. 2 ക്യാമറകളും തമ്മിൽ 110 മീറ്ററിന്റെ മാത്രം അകലം. ആ ക്യാമറയിലെ ദൃശ്യങ്ങൾ പരിശോധിച്ച പോലീസ് ആകെ കുഴങ്ങി. ആദ്യ ക്യാമറ റേഞ്ചിലൂടെ കടന്നുപോയ സുബീറ 2ാമത്തെ ക്യാമറയുടെ കണ്ണുകളിൽ പെട്ടിട്ടേയില്ല. ആ 100 മീറ്ററിനുള്ളിൽ സുബീറ അപ്രത്യക്ഷയായോ? അതിനിടയിൽ മറ്റിടവഴികളില്ല. ആ സമയത്ത് ആ വഴി മറ്റു വാഹനങ്ങളൊന്നും കടന്നുപോയിട്ടുമില്ല. അങ്ങനെ ഒരു കാറോ ബൈക്കോ ശ്രദ്ധയിൽപ്പെട്ടിട്ടുമില്ല. അതായത് സ്വന്തം വീടിന്റെ 100 മീറ്റർ പരിധിക്കുള്ളിൽ വീടിനോട് ഏറ്റവും ചേർന്ന, സുബീറയ്ക്ക് ഏറ്റവും പരിചിതമായ ആ പ്രദേശത്ത് വെച്ച് സുബീറയെ ആരോ അപായപ്പെടുത്തിയിരിക്കുന്നു. അല്ലെങ്കിൽ സുബീറയ്ക്ക് എന്തോ അപകടം സംഭവിച്ചിരിക്കുന്നു. പോലീസ് യഥാർത്ഥത്തിൽ ഒരു തിയറി ഡെവലപ്പ് ചെയ്യുകയായിരുന്നു. വീടിന് വളരെ അടുത്ത് വെച്ചാണ് സുബീറയ്ക്ക് എന്തോ സംഭവിച്ചിരിക്കുന്നത്. ആ പരിസരത്തെ ഒരു വീട്ടിൽ, അല്ലെങ്കിൽ കുറ്റിക്കാടുകളിൽ, അതുമല്ലെങ്കിൽ ചെങ്കൽ ക്വാറികളിൽ.
എവിടെയോ സുബീറയുണ്ട്. പോലീസ് പ്ലാൻ അവർ രണ്ടായി തിരിയുന്നു. ഒരു ടീം ശാസ്ത്രീയ ഡിജിറ്റൽ അന്വേഷണങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. രണ്ടാമത്തെ ടീം ഫിസിക്കൽ സെർച്ചിന് നേതൃത്വം കൊടുക്കണം. സുബീറയുടെ ഫോൺ ലൊക്കേഷൻ ട്രാക്ക് ചെയ്യുകയായിരുന്നു പോലീസിന്റെ ആദ്യ നീക്കം. മാർച്ച് 10 രാവിലെ 10:30 വരെ പ്രവർത്തിച്ചിരുന്നു ആ ഫോൺ. അത് ഓഫാകുന്നതുവരെ വളാഞ്ചേരി ടവറിന് കീഴിൽ തന്നെ ഉണ്ടായിരുന്നുവെന്ന് പോലീസ് കണ്ടെത്തി. അതായത് ഈ പരിസരം വിട്ട് സുബീറ പുറത്തെത്തിയിട്ടില്ലെന്ന് സാരം. രണ്ടാമത്തെ ഡിജിറ്റൽ എവിഡൻസ് അതും പോലീസിന്റെ തിയറിയെ സപ്പോർട്ട് ചെയ്യുന്നു. ഡിജിറ്റൽ എവിഡൻസ് 1ഉം 2ഉം പോലീസ് ഊഹത്തെ ശരിവെക്കുന്നുണ്ട്. പക്ഷേ സുബീറ എവിടെ? കഴിഞ്ഞ 1 വർഷക്കാലമായി സുബീറ നടത്തിയ ഫോൺ സംഭാഷണങ്ങൾ, മെസ്സേജുകൾ തുടങ്ങി ശേഖരിക്കാവുന്ന വിവരങ്ങളെല്ലാം പോലീസ് ശേഖരിച്ചു, പരിശോധിച്ചു. പക്ഷെ അവയിലൊന്നും അസ്വാഭാവികമായി ഒന്നും പോലീസിന് കണ്ടെത്താനായില്ല. നാട്ടുകാരെയും അയൽവാസികളെയും സുഹൃത്തുക്കളെയും കുടുംബാംഗങ്ങളെയും പോലീസ് നിരന്തരം ചോദ്യം ചെയ്യുന്നത് തുടർന്നുകൊണ്ടേയിരുന്നു. ആർക്കും ഒന്നും അറിയില്ല. ലഭിച്ച മറുപടികളൊക്കെയും ഏതാണ്ട് ഒരേ സ്വഭാവത്തിൽ തന്നെ. മറ്റു വഴികളിലെ CCTV ദൃശ്യങ്ങൾ കൂടി പോലീസ് ഈ ഘട്ടത്തിൽ ശേഖരിച്ചു. പക്ഷെ അതിലൊന്നും സുബീറ പതിഞ്ഞിട്ടില്ല. ആ വഴിയൊന്നും സുബീറ കടന്നുപോയിട്ടില്ല. പോലീസ് അന്വേഷണം അങ്ങനെ മുന്നേറുമ്പോഴും സുബീറയുടെ കുടുംബവും ഏതാനും ചില നാട്ടുകാരും അപ്പോഴും തങ്ങൾക്കാകും വിധം അന്വേഷണം തുടർന്നുകൊണ്ടേയിരുന്നു. സുബീറയുമായി ബന്ധമുള്ളവരുടെ എല്ലാം വീട്ടിൽ നേരിട്ടെത്തി കുടുംബം വിവരങ്ങൾ ശേഖരിച്ചു. സുബീറയെ കണ്ടെത്തണമെന്നും പോലീസ് അന്വേഷണം ഊർജിതമാക്കണമെന്നും ആവശ്യപ്പെട്ട് നാട്ടുകാരും കുടുംബവും ചേർന്ന് ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ചു. സുബീറയുടെ വീടിനോട് ചേർന്ന ചെങ്കൽ ക്വാറി പ്രദേശമാണ്. പോലീസ് ആ പ്രദേശത്തെ തെരച്ചിൽ വീണ്ടും നടത്തി. കുട്ടിക്ക് എന്തെങ്കിലും അപകടം പറ്റിയിരിക്കാമെന്ന് പോലീസ് ഊഹത്തിൽ ഡ്രോൺ വരുത്തി. പ്രദേശത്ത് പലതവണ ഡ്രോൺ നിരീക്ഷണ പറക്കൽ നടത്തി. പക്ഷേ സംശയിക്കത്തക്കതായ ഒന്നും തന്നെ ആ പ്രദേശത്ത് കണ്ടെത്താനായില്ല. ഫിസിക്കൽ സെർച്ച് ഇടതടവില്ലാതെ നടത്തി. വെറും 100-150 മീറ്റർ സർക്കിൾ ഉണ്ടാക്കി നടത്തിയ പരിശോധന മണിക്കൂറുകൾ കടന്ന് അത് ദിവസങ്ങളിലേക്ക് മാറി. തെരച്ചിൽ 39ാം ദിവസം. തെരയാൻ ഇനി ബാക്കിയുള്ള ഭാഗങ്ങൾ കൂടി പോലീസ് ലിസ്റ്റ് ചെയ്തു. സംശയിക്കത്തക്ക പറമ്പുകളൊന്നും അതിലില്ല. ഒരു ചെങ്കൽക്കോറി ബാക്കിയുള്ളത് പ്രദേശവാസിയായ വരിക്കോടൻ അൻവർ നോക്കി നടത്തുന്നതാണ്. പൊതുകാര്യങ്ങളിൽ അങ്ങേയറ്റം കാര്യമായി ഇടപെടുന്നയാളാണ് അൻവർ. ഏതാവശ്യത്തിനും ഓടിയെത്തുന്നയാൾ, നാട്ടുകാർക്ക് പ്രിയപ്പെട്ടവൻ. പക്ഷെ പോലീസിന് ആ ഘട്ടത്തിലാണ് ഒരു രഹസ്യ വിവരം ലഭിക്കുന്നത്. ആ കോറിയുടെ ഭാഗത്തായി മണ്ണിട്ട് മൂടുന്നത് കണ്ടു. മണ്ണ് ഇളകിക്കിടക്കുകയും ചെയ്യുന്നുണ്ട്. അന്വേഷണത്തിൽ ഒരു റോഡ് പോലെ തയ്യാറാക്കുകയായിരുന്നു അവരുടെ ലക്ഷ്യം എന്നറിഞ്ഞു. നാട്ടിലെല്ലാവർക്കും എല്ലാ കാര്യത്തിനും ഓടിയെത്തുന്നയാളാണ്. പോരാത്തതിന് സുബീറയുടെ അയൽവാസിയും അടുത്ത ബന്ധുവുമാണ്. ക്വാറിയിൽ വേണമെങ്കിൽ പരിശോധിക്കാം, പക്ഷേ അൻവറിനോ കുടുംബത്തിനോ അതുകൊണ്ട് പ്രയാസമൊന്നും ഉണ്ടാകരുത്. മണ്ണിളകിക്കിടക്കുന്ന വിവരവും സംശയവും എല്ലാം ഉള്ളപ്പോഴും അൻവറിന്റെ സ്വകാര്യതയെയും ആ വ്യക്തിയെയും അങ്ങേയറ്റം ബഹുമാനിച്ചാണ് നാട്ടുകാർ പോലീസിനോട് കാര്യങ്ങൾ അവതരിപ്പിച്ചത്. പക്ഷെ തിരൂർ ഡിവൈഎസ്പി സുരേഷ് ബാബുവിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘത്തിന് അൻവറിനെ കുറിച്ച് നേരിയ സംശയങ്ങൾ തോന്നിത്തുടങ്ങിയിരുന്നു. അന്വേഷണ സംഘത്തിനൊപ്പം തെരച്ചിലിൽ പങ്കെടുത്തയാളാണ് അൻവർ. ആ ഘട്ടത്തിൽ
പോലീസിനോട് അൻവർ പല സംശയങ്ങളും പങ്കുവച്ചിരുന്നു. ചില ആളുകളെ പ്രതിസ്ഥാനത്ത് നിർത്തിയുള്ള ചില സംശയങ്ങളും അക്കൂട്ടത്തിലുണ്ടായിരുന്നു. പോലീസ് അതെല്ലാം മുഖവിലക്കെടുത്ത് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോയിരുന്നു. അൻവർ പോലീസിന് നൽകിയ ലീഡിൽ പലതും ഫലത്തിലേക്കെത്തിയില്ല. അൻവർ നൽകുന്ന സൂചനകളൊക്കെ വഴിതെറ്റിക്കാനാണോ എന്ന് തോന്നിയ ചില പോലീസ് ഉദ്യോഗസ്ഥരെങ്കിലും ഉണ്ടായിരുന്നു. ഈ ഘട്ടത്തിലാണ് വിശ്വസിക്കാമെന്ന് തോന്നിയ ചില പ്രദേശവാസികളെ പോലീസ് തന്നെ അൻവറിന്റെ നിയന്ത്രണത്തിലുള്ള ഭാഗങ്ങൾ നിരീക്ഷിക്കാൻ ഏർപ്പാടാക്കിയത്. അവരാണ് ആ നിർണായക വിവരം ഇപ്പോൾ നൽകിയിരിക്കുന്നത്. സുബീറ തിരോധാനത്തിൽ കബീറിനെയും സുബൈദയെയും ആശ്വസിപ്പിക്കാൻ ഒപ്പം നിന്നവരിൽ അൻവർ മുന്നിലുണ്ടായിരുന്നു. സുബീറയ്ക്ക് ഒന്നും സംഭവിക്കില്ലെന്നും അവൾ സുരക്ഷിതമായി മടങ്ങി വരുമെന്നും അൻവർ അവരോട് പറഞ്ഞു. സുബീറയ്ക്കായുള്ള തെരച്ചിലിൽ പോലീസിനെ സഹായിക്കാൻ അൻവർ ഒപ്പമുണ്ടായിരുന്നു. അയാളുടെ നിയന്ത്രണത്തിലുള്ള ചെങ്കൽക്വാറിയിൽ തിരച്ചിൽ നടത്താൻ തീരുമാനിച്ചപ്പോഴും അൻവർ അത് സ്വാഗതം ചെയ്തു. 2021 ഏപ്രിൽ 21 ചുള്ളിച്ചോല. നമ്മൾ പറഞ്ഞു തുടങ്ങിയ ആ തെരച്ചിൽ, അൻവറിന്റെ ചെങ്കൽക്വാറി. തെരച്ചിലിനെത്തിയ ഉദ്യോഗസ്ഥർക്ക് കരിക്ക് മുറിച്ചു നൽകി അൻവർ അവിടെ ഓടി നടക്കുന്നുണ്ട്. ക്വാറിയിലെ തിരച്ചിൽ പുരോഗമിക്കുകയാണ്. സമയം ഉച്ച കഴിഞ്ഞിട്ടും തെരച്ചിൽ നടന്നയിടത്തു നിന്നും സംശയാസ്പദമായി ഒന്നും ലഭിച്ചില്ല. ഒടുവിൽ ഭൂമിയിൽ മണ്ണിന് നിറവ്യത്യാസമുള്ള ആ ഭാഗത്തേക്ക് JCB ടീം കടക്കാനൊരുങ്ങി. പക്ഷെ പെട്ടെന്ന് അൻവർ അവരുടെ വഴി തടഞ്ഞു. അവിടെ പരിശോധിക്കേണ്ടതില്ല സർ, ഇക്കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അവിടെ ഒരു റോഡ് വെട്ടിയതാണ്, അവിടെ കാര്യമായി ഒന്നുമില്ല, അൻവർ പറഞ്ഞു. പക്ഷെ അൻവറിനെ വകവയ്ക്കാതെ ടീം മുന്നോട്ടു പോയി. പോലീസിന് അതിന് കൃത്യമായ കാരണമുണ്ടായിരുന്നു. മണ്ണിളക്കിയുള്ള പരിശോധന തുടരുന്നതിനിടെ പെട്ടെന്നാണ് JCB ഡ്രൈവറിന്റെ ശബ്ദം കേട്ടത്. സാർ, ഒന്നിങ്ങോട്ട് വരണം, ഇവിടെ മണ്ണിനടിയിൽ. ഡ്രൈവർ പറഞ്ഞു പൂർത്തിയാക്കും മുമ്പേ പോലീസുകാരും കഡാവർ സ്ക്വാഡും അങ്ങോട്ടേക്കോടി. മണ്ണിനടിയിൽ നിന്ന് പാതി ജീർണിച്ച നിലയിൽ ഒരു കാല് പുറത്തേക്ക് നിൽക്കുന്നു. പ്രദേശത്തേക്ക് ഓടിയെത്താൻ ശ്രമിച്ച നാട്ടുകാരെ പോലീസ് ഉദ്യോഗസ്ഥർ തടഞ്ഞു നിർത്തി. അവിടമാകെ അപ്പോഴേക്കും ഒരുതരം ദുർഗന്ധം വ്യാപിച്ചു കഴിഞ്ഞിരുന്നു. മനുഷ്യമാംസം അഴുകിത്തുടങ്ങിയതുപോലെ വല്ലാത്തൊരു ഗന്ധം. പോലീസ് ക്വാറിക്ക് ചുറ്റും കൂടി. ഉള്ളിലേക്ക് പ്രവേശിക്കരുതെന്ന് കൂടി നിന്നവർക്ക് താക്കീത് നൽകി. ആ വാർത്ത അതിനോടകം തീ പോലെ ആ നാട്ടിൽ പടർന്നു. സുബീറയെ കണ്ടെത്തിയിരിക്കുന്നു. ക്വാറിയിൽ കുഴിച്ചിട്ടിരിക്കുകയായിരുന്നു. ആകെ 40 ദിവസം നീണ്ട അന്വേഷണം. സുബീറയുടെ മൃതദേഹം തന്നെയാണ് കണ്ടെത്തിയത്. പക്ഷെ ആര്, എന്തിന്, എങ്ങനെ? പോലീസിനു മുന്നിൽ ആകെയുള്ളത് ആ ചെങ്കൽക്കോറി നടത്തുന്ന അൻവർ മാത്രം. അൻവർ ആണോ പ്രതി? അങ്ങനെ സംശയിക്കാൻ പോലീസിന് ഒരു കാരണം കൂടി ഉണ്ടായിരുന്നു. അൻവറിന്റെ പറമ്പിൽ മണ്ണ് നീക്കിയുള്ള എന്ത് ജോലിയാണ് നടന്നതെന്ന് പോലീസ് നേരത്തെ തന്നെ അന്വേഷിച്ചിരുന്നു. അത് ചെയ്ത JCB ഡ്രൈവറെ നേരിൽ വിളിപ്പിച്ചു. മണ്ണ് നിരത്തുന്നത് റോഡ് വരുന്നത് കൊണ്ടാണെന്നാണ് അൻവർ പറഞ്ഞത്. അന്ന് ഞാൻ വരുമ്പോൾ കുഴിയിൽ നിന്ന് വല്ലാത്ത ദുർഗന്ധമുണ്ടായിരുന്നു. ചോദിച്ചപ്പോൾ കോഴി മാലിന്യം തള്ളാനെന്ന് പറഞ്ഞാണ് വിളിച്ചത്. കോഴിയുടെയും പട്ടിയുടെയും ശവങ്ങളാണെന്ന് എന്നോട് പറഞ്ഞു. ഞാനും ഒട്ടും സംശയിച്ചില്ല. പിന്നെ കൂടുതലൊന്നും ചോദിച്ചുമില്ല. മാർച്ച് 14-നാണ് ഞാൻ വന്ന് മണ്ണിട്ടത്. 1.5 മണിക്കൂർ കൊണ്ട് മണ്ണിട്ട് തീർത്തു. പക്ഷേ അപ്പോഴേക്കും അൻവർ വന്ന് പോരെന്നും കൂടുതൽ മണ്ണിടണമെന്നും പറഞ്ഞു. JCB ഡ്രൈവറുടെ വെളിപ്പെടുത്തൽ അത് നിർണായകമാണ്. പട്ടിയുടെ ശവവും കോഴി മാലിന്യവും അതത്ര വിശ്വസിക്കാവുന്ന കഥയല്ല. പരിശോധനയിൽ ഒരു വിട്ടുവീഴ്ചയുമില്ലാതെ പോലീസ് മുന്നോട്ടു പോയതും ഇതേ കാരണം കൊണ്ടാണ്.
നാട്ടുകാരുടെ ആ നല്ലവനാണ് പ്രതി. കിട്ടിയ തെളിവുകൾ, സാക്ഷിമൊഴികൾ, പെരുമാറ്റത്തിലെ അസ്വാഭാവികത. പോലീസിന് കൃത്യമായ മുൻധാരണയുണ്ടായിരുന്നു. പ്ലാന്റ് ചെയ്ത നാടകത്തിൽ പക്ഷേ അയാളുടെ അഭിനയം പാളി. അൻവർ, വയസ്സ് 38, വാരിക്കോടത്ത് ഹൗസ്, ചോറ്റൂർ, മലപ്പുറം. പോലീസിന്റെ കെണിയിലെ അവസാന നീക്കമായിരുന്നു ആ മണ്ണുമാറ്റിയുള്ള പരിശോധനയിൽ കണ്ടത്. നേരെ വന്നയുടൻ ആ മൺകൂനിയിലേക്ക് JCB നീക്കേണ്ട കാര്യമേ പോലീസിനുണ്ടായിരുന്നുള്ളൂ. പക്ഷെ അവിടെ അൻവറിനെ അങ്ങനെ ആക്റ്റീവായി നിർത്തിയുള്ള പരിശോധന അയാളുടെ ആത്മവിശ്വാസത്തെ ചോർത്തിക്കളയാൻ വേണ്ടിയുള്ളതായിരുന്നു. ഒടുവിൽ അൻവറിന് തന്റെ കുറ്റം ഏറ്റുപറയേണ്ടി വന്നു. സുബീറയെ ഞാനാണ് കൊന്നത്, ചാക്കിൽ കെട്ടി കുഴിച്ചു മൂടിയതും ഞാനാണ്. മൃതദേഹം ജീർണിച്ചു തുടങ്ങിയെന്നത് വ്യക്തം. പോലീസ് വീണ്ടും കുഴിച്ചു നോക്കി. കൂടുതൽ അവശിഷ്ടങ്ങൾ പുറത്തേക്ക് വരുന്നുണ്ട്. സമയം ഇരുട്ടായതോടെ ആദ്യ ദിവസത്തെ തെരച്ചിലിന് ഇടവേള. അടുത്ത ദിവസം അതിരാവിലെ ആരംഭിച്ച നടപടികൾക്കൊടുവിൽ മൃതദേഹം പൂർണ്ണമായും പുറത്തെടുത്തു. ഇനി ഒരു ചോദ്യം, അത് പ്രധാനമാണ്. അയൽക്കാരിയും ബന്ധുവുമായ സുബീറയെ അൻവർ കൊലപ്പെടുത്തിയതെന്തിന്, എങ്ങനെ? മാർച്ച് 10 രാവിലെ 9 മണി. പതിവ് യാത്ര, സ്ഥിരം വഴി, സമയം, ബസ്. അൻവറിന് സുബീറയുടെ കാര്യങ്ങളിൽ വ്യക്തമായ ധാരണയുണ്ടായിരുന്നു. അൻവർ ആ ദിവസം സുബീറയുടെ വീടിന് 150 മീറ്റർ അകലെയുള്ള വിജനമായ പ്രദേശത്തെ കുറ്റിക്കാട്ടിൽ ഒളിച്ചിരുന്നു. 2 CCTV ക്യാമറകൾക്കിടയിലുള്ള ബ്ലൈൻഡ് സ്പോട്ട്. സുബീറ നടന്നു വരുന്നത് അയാൾ കൃത്യമായി നിരീക്ഷിച്ചു. മറവിൽ നിന്നും നിരത്തിലേക്കിറങ്ങിയ അൻവർ സുബീറയുടെ പുറകെ നടന്നു. അധികം പോയില്ല. പിന്നിലൂടെ ചെന്ന് മുഖം പൊത്തിപ്പിടിച്ചു. മൂക്കും വായും ചേർത്തമർത്തി ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തി. അപ്പോൾ തന്നെ സുബീറയെ അയാൾ വലിച്ചിഴച്ച് കുറ്റിക്കാട്ടിലേക്ക് മാറ്റി. ചുറ്റും ആരുമില്ല. ഉറപ്പുവരുത്തിയ അൻവർ സുബീറയുടെ മൃതദേഹം അപ്പോൾ ആ കുറ്റിക്കാട്ടിൽ തന്നെ ഒളിപ്പിച്ചു വച്ചു. ഉച്ചയ്ക്ക് 12 മണി. ആളുകൾ തീരെ കുറവുള്ള നേരം. കൈക്കോട്ടും ചാക്കുമായി അൻവർ അതേ സ്ഥലത്തെത്തി. മൃതദേഹം ചാക്കിലാക്കി നേരെ ചെങ്കൽ ക്വാറിയിലേക്ക്. 5 അടി താഴ്ചയുള്ള കുഴിയെടുത്ത് മൃതദേഹം ഇറക്കി മണ്ണിട്ട് മൂടി. ഒന്നും സംഭവിക്കാത്ത മട്ടിൽ തിരികെ വീട്ടിലേക്ക്. പിന്നീട് ആശ്വാസവാക്കുകളുമായി സുബീറയുടെ വീട്ടിലേക്കും. ഒരു കൊടും ക്രിമിനലിന്റെ ക്ലിയർ പ്ലാനിംഗ്. ഒരു ലക്ഷ്യം മാത്രമായിരുന്നു അയാൾക്ക്, സ്വർണം. സുബീറ ധരിച്ചിരുന്ന 3.5 പവനോളം വരുന്ന സ്വർണ്ണാഭരണങ്ങൾ. ആ കാലത്ത് അൻവർ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലായിരുന്നു. സുബീറയുടെ സ്വർണ്ണാഭരണങ്ങൾ ഒരു പരിധിവരെ ആശ്വാസമാകും. ഉന്നമിട്ടത് കുറച്ചു നാളുകൾക്ക് മുമ്പ്. ഫോൺ നിർണായക തെളിവാകുമെന്ന് മനസ്സിലാക്കിയ അൻവർ കോറിക്ക് സമീപത്തെ ഒരു കുഴൽ കിണറിലേക്ക് ഫോൺ എറിഞ്ഞു. അതിനു മുകളിലേക്ക് കല്ലുകളുമിട്ടു. ബോഡി കിട്ടിയ സ്ഥലത്തു നിന്നും 300 മീറ്റർ മാറി മണ്ണിൽ കുഴിച്ചിട്ട നിലയിൽ സുബീറയുടെ ആ ബാഗും കണ്ടെത്തി. സുബീറയിൽ നിന്ന് മോഷ്ടിച്ച സ്വർണം വളാഞ്ചേരിയിലെ ജുവലറിയിൽ നിന്നും റിക്കവർ ചെയ്തു. കുറച്ച് സ്വർണം അൻവറിന്റെ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. അൻവറിനെതിരെ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ 302, 201, 392 വകുപ്പുകൾ പ്രകാരം പോലീസ് കേസെടുത്തു. കവർന്നെടുത്ത സ്വർണം വീണ്ടും ഉരുക്കി വാർക്കാം. എന്നാൽ കെട്ടുപോയ ഒരു ശ്വാസം പ്രപഞ്ചത്തിലെ ഒരു ശക്തിക്കും തിരികെ നൽകാനാവില്ല. സുബീറ ഫർഹത്ത് ഒരു നാടിന്റെ കണ്ണീരോർമ്മയായി പൊലിഞ്ഞുപോയ ശ്വാസമാണ്.
ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.